നിലമ്പൂരിൽ വർഗീയ പ്രചരണത്തിനായി UDF പ്രത്യേകം ചിലരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്ന ഗുരുതര ആരോപണവുമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. UDF തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീയ അജണ്ടയുമായി UDF മുന്നോട്ട് പോകരുതെന്നും മുഹമ്മദ് റിയാസ് ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. ദേശീയപാതാ വിഷയത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉന്നയിച്ച വിമർശനങ്ങളെയും അദ്ദേഹം തള്ളി. നിലമ്പൂരിൽ നിന്നും അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുഹമ്മദ് റിയാസ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യഘട്ടത്തെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ എങ്ങനെയാണ്? നിങ്ങളുടെ LDF സഖാവ് എം സ്വരാജ് നമ്മുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും. സ്വരാജിനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ തലമുറയിലെ ഒരു പ്രതിഭയാണ് സഖാവ് എം സ്വരാജ് എല്ലാ നിലയിലും. സ്വരാജിനെ പോലെ ഒരു വ്യക്തി നവകേരള വികസനത്തിന് നമുക്കൊപ്പം വേണ്ടതുണ്ട്. അത് പൊതുവെ ജനം ആഗ്രഹിക്കുന്നുണ്ട്. അത് ജനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളോട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. പലതരത്തിൽ ദൗർഭാഗ്യകരമാണ്. UDF തീക്കളിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി ചിലരെ പ്രത്യേകം ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ദൗർഭാഗ്യകരമാണ്. തെരഞ്ഞെടുപ്പിൽ ആരോഗ്യകരമായ രാഷ്ട്രീയം പറയണം. അതിന് പകരം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മതവർഗീയ അജണ്ടയുമായി UDF മുന്നോട്ട് പോകരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. ജോർജ് കുര്യൻ പറയുകയുണ്ടായി, ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കും, പക്ഷെ അവസാനം ക്രെഡിറ്റ് അടിക്കാൻ ആരും വരരുത് എന്ന് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് അല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാതാ വികസനത്തിന് പണം ചെലവഴിച്ച സർക്കാർ ഏതാണ്? LDF സർക്കാരാണ്. ചെലവഴിച്ച തുക എത്രയാണ്? 5600 കോടിയാണ്. ആരാണ് മുഖ്യമന്ത്രി? സഖാവ് പിണറായി വിജയനാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സർക്കാരോ ക്രെഡിറ്റ് അടിക്കാൻ തീരുമാനിച്ചാൽ അടിച്ചു പോകുന്ന സാധനമല്ല ക്രെഡിറ്റ്. അത് ജനമാണ് തീരുമാനിക്കുക. ജനം ഇതൊക്കെ കാണുന്നുണ്ട്. ജനം എല്ലാ കാര്യവും മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം. ഇടതുപക്ഷ സർക്കാർ അല്ലായിരുന്നു 2016 കേരളത്തിൽ അധികാരത്തിൽ വന്നതെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകില്ല. ഇത് ജനത്തിനറിയാം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തലവൻ തന്നെ പലതവണ പറഞ്ഞു, ഇന്ത്യയിലെ ഏതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും മാതൃകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നു. ഏതാണെങ്കിലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുഹമ്മദ് റിയാസ്. മണ്ഡലത്തിൽ സജീവമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നതെന്നും സ്വരാജ് വിജയിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.